എല്ലാവർക്കും സിനിമാ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ സിനിമ എന്ന് പറയുന്നത് കുറേ പ്രത്യേകതകളുള്ള സിനിമയാണ്. അതിലൊന്നാമത്തെ കാര്യം, ശ്രദ്ധിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു വാക്യം മനസ്സിലാവില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഒരു സിനിമ നിങ്ങളുടെ കിളികളെ ഉറപ്പായിട്ടും അങ്ങ് പറത്തിവിടും. ഇനി മൂന്നാമത്തെ കാര്യം, ഈ സിനിമയിൽ ട്വിസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ കേട്ടിട്ടില്ലേ? പക്ഷെ ഇതിലാണെങ്കിൽ ട്വിസ്റ്റ് അങ്ങ് വെതറിയിരിക്കുക. ചുരുക്കി പറഞ്ഞാൽ ട്വിസ്റ്റിൻ്റെ പെരുന്നാൾ. ഒരു ചെറുപ്പക്കാരൻ, ഇങ്ങർക്കാണെങ്കിൽ ഈ മരിച്ചവരെ കാണാൻ പറ്റുമെന്ന് മാത്രമല്ല, അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കുക. ഇവർക്കാണെങ്കിൽ ഒരുമാതിരി മാരക പ്രശ്നങ്ങളാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രസം പോവും. അതുമാത്രമല്ല, ഈ സിനിമയുടെ വൺ ലൈനൊക്കെ അധികം പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലറായി പോവും. അതുകൊണ്ട് തന്നെ ഞാൻ അധികമൊന്നും പറയുന്നില്ല, ഡയറക്റ്റായിട്ട് സിനിമയിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എല്ലാവരും പറയുന്ന ഒരു കംപ്ലൈൻ്റാണ്, നമ്മളുടെ ചാനലിന് ഭയങ്കരമായിട്ട് ലാഗ് കൂടുതലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല, ഈ ഒരു ചാനൽ ഞാൻ ഒറ്റയ്ക്കാണ് റൺ ചെയ്യുന്നത്. അതുമാത്രമല്ല, എനിക്കാണെങ്കിൽ വേറെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു ചാനലും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് റൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ ആളില്ല, അതുപോലെ തന്നെ മാറ്റർ ഉണ്ടാക്കാൻ ആളില്ല, റെക്കോർഡ് ചെയ്യാൻ ആളില്ല. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ്. സോ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുന്ന വീഡിയോ 3 ദിവസമായിട്ട് മാറുകയാണ്. നമ്മളുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഓരോ ഡേയും പുതിയൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിട്ട് ഇരിക്കുകയാവുമല്ലോ. സോ ഇനി അങ്ങോട്ട് അങ്ങനെ ഇരിക്കേണ്ട, 3 ദിവസത്തെ ഒരു ഗ്യാപ്പ് വരും. 3 ദിവസം കഴിഞ്ഞാലുടൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു 3 ദിവസത്തെ ഗ്യാപ്പ് നിങ്ങൾ എനിക്ക് തന്നേ പറ്റുള്ളൂ, കാരണം ഞാൻ ഒറ്റക്കാണിത് നോക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കാത്തിരുന്ന് മുഷിയണ്ട. 3 ദിവസത്തെ ഗ്യാപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, എൻ്റെ മനസ്സിലുണ്ടായിരിക്കും. അപ്പം ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വലിയൊരു ടൗണാണ്. ഒരു ഷോപ്പിംഗ് മോള്, കുറേ കടകൾ, ഒരു ബൗളിംഗ് സെൻറ്റർ എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ടൗണ്. അവിടെയാണ് നമ്മളുടെ നായകൻ താമസിക്കുന്നത്, തോമസ്. വെറും തോമസ് അല്ല, ഓഡ് തോമസ്. മലയാളത്തിൽ പറഞ്ഞ വിചിത്രമായ തോമസ്. ഈ പേരെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയവരെ കുറ്റാന്ന് പറയേണ്ടി വരും. കാരണം ലെവൻ്റെ അമ്മ ലെവൻ കിട്ട പേര് ടോഡ് തോമസ് എന്നാ. എന്നാൽ സർട്ടിഫിക്കറ്റ് അടിച്ചു വന്നപ്പോൾ അത് ഓഡ് തോമസ് ആയിട്ട് മാറി. നാട്ടുകാർക്ക് പിന്നെ അത് മതിയല്ലോ. അങ്ങനെ ഓഡ് തോമസ് ഉള്ളത് അവൻ്റെ ആസ്ഥാന പേരായിട്ടങ്ങ് മാറി. പക്ഷെ തോമസിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളല്ല. ഒരു അൺയൂഷ്വൽ ലൈഫാണ് പുള്ളി ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പെനി വാട്സൺ. ഇവളെ കണ്ടപാട് അവളുടെ പിന്നാലെ പോകുന്നുണ്ട് തോമസ്. പോകുന്ന സമയത്താണ് തോമസിൻ്റെ ഫാമിലിയെ കാണിക്കുന്നത്. തോമസിൻ്റെ ലൈഫ് ഒരു അൺയൂഷ്വൽ ലൈഫാണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെയായിരുന്നു അവൻ്റെ അമ്മയുടെ ലൈഫും. ജനിച്ചപ്പോൾ മുതലേ ദൈവം അവർക്ക് കുറച്ച് ഗിഫ്റ്റുകൾ കൊടുത്തു, മരിച്ചവരുമായിട്ട് സംസാരിക്കാനുള്ള ഒരു ഗിഫ്റ്റ്. പക്ഷേ ഇത് പുറത്തു പറഞ്ഞാൽ നാട്ടുകാരാണ് ആൾക്കാർ ഭ്രാന്താന്നേ പറയൂ. നാട്ടുകാർ മാത്രമല്ല, തോമസിൻ്റെ അച്ഛനും അത് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ തോമസിൻ്റെ അമ്മ വയലൻ്റായി. അതോടുകൂടെ പുള്ളിക്കാരത്തി മെൻ്റൽ ഹോസ്പിറ്റലിലായി. ഇപ്പറഞ്ഞ ഗിഫ്റ്റ്, അതായത് മരിച്ചവരുമായിട്ട് സംസാരിക്കാനുള്ള ഗിഫ്റ്റ് മകനായ തോമസിനും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അമ്മ കാണിച്ച മണ്ടത്തരം മകൻ കാണിക്കുന്നില്ല കേട്ടാ. ഈ ഒരു ഗിഫ്റ്റിൻ്റെ കാര്യം പുള്ളിക്കാരൻ സീക്രട്ടായിട്ട് വെക്കുന്നു. ഇവൻക്കൊരു സർക്കിൾ ഉണ്ട്, അതിനകത്തുള്ളവർക്ക് മാത്രമാണ് ഇതിനെക്കുറിച്ച് അറിയൂ. ഇനി എന്തിനാണ് ഈ പെനി വാട്സനെ ഫോളോ ചെയ്യുന്നതെന്ന് അറിയണ്ടേ? പറയാം. പെനി വാട്സൺ ഇന്നലെയാണ് ഇവൾ മരിച്ച്. ഇതിവളുടെ ആത്മാവാണ്. അവൾ പറയാൻ ശ്രമിക്കുന്നതായിട്ട് എന്തോ ഒന്നുണ്ട്. അത് കണ്ടെത്തി പരിഹരിക്കലാണ് തോമസിൻ്റെ ലക്ഷ്യം. അങ്ങനെ പെനി വാട്സൺ അവനെ കൊണ്ടുപോകുന്നത് ഹാർലൻ്റെ അടുത്തോട്ടാണ്. ഈ ഹാർലനാണ് അവളെ കൊന്നുകളഞ്ഞ കൊലയാളി. ഹാർലനാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ ഓസ്കാർ പെർഫോമൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ സത്യം പറഞ്ഞ പുള്ളിക്കാരനൊരു സൈക്കോയാണ്. അങ്ങനെ പെനി വാട്സൺ തോമസിനെ അങ്ങ് സ്പർശിക്കുന്നുണ്ട്. പെനി വാട്സൺ മരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണോ നടന്നത് അത് നല്ല കൃത്യമായിട്ട് തോമസിൻ്റെ വിഷനിലൂടെ അവനക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇപ്പം മനസ്സിലായല്ലോ ലെവൻ്റെ കഴിവ് എന്താന്ന്. ഹാർലൻ, നീ അഭിനയിക്കല്ലേ? നീയാണ് പെനി വാട്സനെ കൊന്നെന്നുള്ളതും അവളുടെ രക്തം നിന്റെ പോക്കറ്റിൽ നീ സൂക്ഷിച്ചിട്ടുണ്ടെന്നും എനിക്ക് നല്ല കൃത്യമായിട്ടറിയാം. ഇത് കേട്ടേക്ക് ഹാർലന് മനസ്സിലായി പണി പാളിയെന്നുള്ളത്. പിന്നെ പുള്ളിക്കാരൻ ഒന്നും നോക്കിയില്ല, അങ്ങ് ഓടുന്നു. തോമസ് പിന്നാലെയും. അങ്ങനെ ഓടി ഒരു പൂൾ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചേസ് ഘട്ടങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരുവിധം മാർഗങ്ങളൊക്കെ സ്വന്തം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട് തോമസ്. അങ്ങനെ ഹാർലൻ അവിടെയുള്ള ഒരു കുട്ടിയെ പിടിച്ച് ഭീഷണിപ്പെടുത്താൻ നോക്കുന്നു. പക്ഷേ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. തോമസ് ഒരു വിധത്തിൽ ലെവൻ്റെ തലയ്ക്കങ്ങടിക്കുന്നു. സോ അവൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. അങ്ങനെ പോലീസ് വരുന്നു, ഹാർലനെ അറസ്റ്റ് ചെയ്യുന്നു. കാരണം തോമസ് പറഞ്ഞതനുസരിച്ച് പോക്കറ്റിൽ നിന്ന് ചോര കിട്ടി. ഇതാണ് ഓഫീസർ റെക്ലസ്, ഇത് ഓഫീസർ വാർണർ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തോമസിനെ കാണിക്കുന്നത്. തോമസിൻ്റെ അടുത്തോട്ട് പെനി വാട്സൺ പിന്നെയും വരുന്നു എന്ന് മാത്രമല്ല, താങ്ക്സ് ആയിട്ട് ഫോർഹെഡിൽ ഒരു കിസ്സും അങ്ങ് കൊടുക്കുന്നുണ്ട്. ഈ മരിച്ച ആൾക്കാർക്ക് സംസാരിക്കാൻ പറ്റില്ല കേട്ടാ. അങ്ങനെ പെനി വാട്സൻ്റെ പ്രശ്നം തീർന്നു, അവൾ മാഞ്ഞുപോയി. അപ്പം കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. മരിച്ചവർക്ക് പറയാനുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് പരിഹരിക്കുക, അതാണ് തോമസ്.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ നാട്ടിലെ ചീഫ് അങ്ങോട്ട് വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഈ ഒരു സീക്രട്ടിനെ കുറിച്ച് അറിയുന്ന ഒരു സർക്കിള്, അതിൽ പെട്ട ഒരാളാണ് ഈ ചീഫ്. എൻ്റെ പൊന്നു തോമസെ, നിന്നോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇമ്മാതിരി പരിപാടിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എന്നോട് വന്നിട്ട് കാര്യം പറയാൻ. ഹാർലനെ പിടിക്കാനുള്ള എന്തെങ്കിലും ഒരു ചാൻസ് ഞാനായിട്ട് ഉണ്ടാക്കില്ലേ? അതിനൊന്നും സമയം ഉണ്ടായിരുന്നില്ല സാറേ. കാരണം പെനി വാട്സൺ ഉറപ്പായിരുന്നു ഇതുപോലെ ഇനിയും നടക്കുന്നുള്ളത്. അങ്ങനെ നടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ പെനി വാട്സൺ എന്നെ ഹാർലൻ്റെ അടുത്തോട്ട് എത്തിച്ച്. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം, അവൻ്റെ പോക്കറ്റിൽ നിന്ന് പെനിയുടെ ചോര മാത്രമല്ല പോസ്റ്റ്മോർട്ടം ചെയ്തതിൻ്റെ ഫോട്ടോസും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇൻ കേസ് ആരെങ്കിലും ഇതിനെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ, ബെറ്റ് വെച്ച പൈസ ഹാർലൻ്റെ പോക്കറ്റിൽ നിന്ന് പിടിച്ചു വാങ്ങുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്തതിൻ്റെ ഫോട്ടോസ് നിനക്ക് കിട്ടി. അതുകൊണ്ട് നീ അവനെ ചേസ് ചെയ്ത് പിടിച്ചു. ഇതേ പുറത്തു വരാൻ പാടൂ, മനസ്സിലായ? ചുരുക്കി പറഞ്ഞ ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു ഡാർക്ക് ആയിട്ടുള്ള കാര്യം നടന്നു കഴിഞ്ഞാൽ അത് തീർക്കാ തോമസാ. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചീഫിനങ്ങ് വിട്ടുകൊടുക്കും. ഏതാലേ. അങ്ങനെ രാത്രി തോമസ് പുറത്തു പോകുന്നു. സ്ട്രീറ്റിലാണെങ്കിൽ ആരെയും കാണാനില്ല. അപ്പോഴാണ് വിചിത്രമായിട്ടുള്ളൊരു കാഴ്ച അവനങ്ങ് കാണുന്നത്. ഫേസ് ഇല്ലാത്ത കുറേ മനുഷ്യരൂപങ്ങൾ. ഇവരാണെങ്കിൽ സേവ് മീ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇവർ ധരിച്ചിരിക്കുന്നത് ഒരു റെഡ് ബൗളിംഗ് യൂണിഫോമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏതോ ഒരുത്തൻ ഒരു മെഷീൻ ഗണ്ണുകൊണ്ട് അവരെ എല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ മാത്രമല്ല തോമസിനെയും. പക്ഷെ ഇതൊന്നും റിയൽ ആയിട്ടുള്ള കാര്യമല്ല, തോമസിന് കിട്ടിയൊരു വിഷൻ മാത്രമാണ്. എന്തൊക്കെയാണേലും തോമസിന് ഒരു കാര്യം മനസ്സിലായി, ഈവിളായിട്ടുള്ള എന്തോ ഒന്ന് ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. കാരണം മാരകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുമ്പോഴാണ് ഒരു ക്ലൂ ഇല്ലാത്ത വിഷൻസ് തോമസ് കാണുക. അങ്ങനെ രാവിലെയായി. തോമസ് ജോലിക്ക് പോകുന്നു. ഒരു റെസ്റ്റോറൻറ്റിലാണ് ജോലി. അങ്ങനെ ഈ സമയത്താണ് ആ റെസ്റ്റോറൻറ്റിലോട്ട് സ്റ്റോമി വരുന്നത്. സ്റ്റോമി, തോമസ്, ഇവർ രണ്ടുപേരും ചെറുപ്പം മുതലേ പ്രണയത്തിലാണ്. അതുമാത്രമല്ല, തോമസിൻ്റെ സീക്രട്ടിനെ കുറിച്ച് ഇവൾക്ക് ചെറുപ്പം മുതലേ അറിയാം. ഈ ഒരു യുഗത്തിൽ ചെറുപ്പം മുതലുള്ള പ്രണയം നിലനിർത്തുക എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലായി കാണുമല്ലോ അവരുടെ പ്രണയത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന്. ചുരുക്കി പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവ്. അങ്ങനെ ഇതേ റെസ്റ്റോറൻറ്റിലോട്ട് തന്നെ നമ്മളുടെ ചീഫ് എത്തിയിട്ടുണ്ട് കേട്ടോ. സോ ചീഫിൻ്റെ വൈഫ് സ്റ്റോമി, ഇവർക്കാണ് ഇവൻ്റെ ഈ രഹസ്യങ്ങളെക്കുറിച്ചൊക്കെ അറിയത്തുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മാരക കാഴ്ച തോമസ് അങ്ങ് കാണുന്നത്. ഒരു തരം പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ക്രീച്ചർ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തോട്ട് വരുന്നു. ആ ക്രീച്ചറിൻ്റെ പേരാണ് ബോഡാക്സ്. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ബോഡാക്സിനെ തോമസിന് കാണാൻ പറ്റുമെന്നുള്ളത് ബോഡാക്സ് മനസ്സിലാക്കിയ ആ നിമിഷം തന്നെ തോമസ് മരിക്കും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് തോമസിൻ്റെ പഴയൊരു കൂട്ടുകാരൻ. തോമസിനും തോമസിൻ്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്ന ഗിഫ്റ്റ് ഈ നാട്ടിലെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അവനാണ് തോമസിൻ്റെ ഫ്രണ്ട്. ഇവൻക്ക് ഈ ഒരു ബോഡാക്സിനെയൊക്കെ കാണാൻ പറ്റൂട്ടാ. അങ്ങനെ ഒരു ദിവസം ഇവൻ ഈ ഒരു ബോഡാക്സുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടായി. അപ്പം തന്നെ ബോഡാക്സ് ഒരു ഡ്രൈവറിൻ്റെ മേത്തോട്ട് അങ്ങ് കയറുന്നു. അവനെ അങ്ങ് വണ്ടി ഇടിപ്പിച്ച് കൊല്ലുന്നു. ചുരുക്കി പറഞ്ഞാൽ അവരെ കാണാൻ പറ്റുന്നുള്ള രഹസ്യം ബോഡാക്സ് അറിഞ്ഞു കഴിഞ്ഞാൽ തീർന്ന്. ബോഡാക്സ് ആണെങ്കിൽ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് വിരകിക്കൊണ്ടിരിക്കുകയാണ്. തോമസ് ആണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. പക്ഷെ എത്രയൊക്കെ പേടിച്ചു എന്ന് പറഞ്ഞാലും അത് കാണിക്കാൻ പാടില്ല, ചുമ്മാ നിന്നങ്ങ് അഭിനയിക്കുക. അങ്ങനെ തോമസ് അവരെ കാണാത്തതുപോലെ തകൃതിയായിട്ടങ്ങ് അഭിനയിക്കുന്നുണ്ട്. ബോഡാക്സ് ആണെങ്കിൽ സ്റ്റോമിക്ക് നേരെയാണ് പോകുന്നത്. സ്റ്റോമിക്കുണ്ടോ ഇതൊക്കെ മനസ്സിലാവുക. അങ്ങനെ ബോഡാക്സിൻ്റെ ശ്രദ്ധ തിരിക്കാനായിട്ട് അവൻ സ്റ്റോമിയുമായിട്ട് കൂടുതൽ സംസാരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് ബോഡാക്സ് അവൻ്റെ ഫ്രണ്ടിലോട്ട് അങ്ങ് വരുന്നത്. അവരുടെ ഹൃദയമിടിപ്പ് അവനക്ക് നല്ല വ്യക്തമായിട്ട് കാണാനുണ്ട്. പക്ഷെ കാണാത്തതുപോലെ അങ്ങ് നിൽക്കുന്നു. അങ്ങനെ സ്റ്റോമി തിരിച്ചുപോയി. പക്ഷെ ഇവൻ്റെ ഈ ഒരു പെരുമാറ്റമൊക്കെ കണ്ടിട്ട് അവൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡൗട്ട് അടിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റെസ്റ്റോറൻറ്റിലോട്ട് വേറൊരുത്തൻ വരുന്നത്. അവൻക്ക് പിന്നാലെ ഒരു 100,000 ബോഡാക്സും വരുന്നു. ഇനി ബോഡാക്സിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാം. ബോഡാക്സ് ഒരു ഈവിൾ ക്രീച്ചറാണ്. അവർ ഈ നാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, മാരകമായിട്ടുള്ള ടെറർ വയലൻസ് ആ നാട്ടിലുണ്ടാവും. അതിൽ നിന്ന് കിട്ടുന്ന വിനോദത്തിലാണ് അവർ ഫീഡ് ചെയ്യുന്നത്. പക്ഷെ ഹൊറിഫിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഈ നാട്ടിൽ നടക്കുന്നില്ല. അവസാനമായിട്ടുണ്ടായ പെനി വാട്സന്റെ മരണം എടുത്താലും അതിന് മാത്രം ഹൊറിഫിക്കും ടെററൊന്നുമല്ല. പിന്നെ എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം തോമസ് എന്നെ കണ്ടുപിടിക്കണം. അതുമാത്രമല്ല, എന്തിനാണ് ഇത്രയും അധികം ബോഡാക്സ് ഇയാളുടെ പിന്നാലെ വരുന്നതെന്നുള്ളതും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ലെവനെ ഫോളോ ചെയ്യുന്നു. അപ്പോഴാണ് വി എന്നൊരു ഫ്രണ്ട് അങ്ങോട്ട് വരുന്നത്. തോമസ്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എനിക്കറിയാം നിനക്ക് എന്തൊക്കെയോ സീക്രട്ട് ഉണ്ടെന്ന്. പക്ഷെ അതിനെക്കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. പിന്നെ നിന്റെ ആ രഹസ്യം സത്യമാണെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്നോടത് ചോദിക്കാൻ പോകുന്നത്. സംഭവം വേറൊന്നുമില്ല. ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. അതിൽ ഞാനും ഉണ്ടായിരുന്നു, പിന്നെ കുറേ റെഡ് ബൗളിംഗ് യൂണിഫോം ഇട്ട ആൾക്കാരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ആ സ്വപ്നത്തിൽ മരിച്ചു കിടക്കുകയാണ്, അതും വെടികൊണ്ടിട്ട്. അത് കണ്ടപ്പോൾ മുതൽ എനിക്ക് വല്ലാത്തൊരു വിയേർഡ് ഫീലിങ്. ഇത് കേട്ടേക്ക് തോമസ് ആണെങ്കിൽ ഞെട്ടിധരിച്ച് നിൽക്കുന്നുണ്ട്. അവൻ കണ്ട അതേ സ്വപ്നമാണ് വിയും കണ്ടിരിക്കുന്നത്. അങ്ങനെ തൽക്കാലത്തിന് വിയെ സമാധാനിപ്പിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ബോഡക്സിനെയും മറ്റവനെയും കാണാണ്ടായി. പക്ഷെ പേടിക്കാനൊന്നുമില്ല, ഈ തോമസിന് വേറൊരു ടാലൻറ്റും കൂടിയുണ്ട്. അവൻ എന്തിനെയാണോ അന്വേഷിക്കുന്നത് അത് എത്രയും വേഗം അവൻ്റെ മുന്നിലെത്തും, അതും പുള്ളിക്കാരൻ പോലും അറിയാണ്ട്. അങ്ങനെ അവൻ തേടി തേടി ഒരു ഷോപ്പിംഗ് മോളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയുള്ളൊരു ഐസ്ക്രീം കടയിലാണ് നമ്മളുടെ സ്റ്റോമി വർക്ക് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റോമിയോട് ബോഡക്സിനെ കണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്.
അപ്പോഴാണ് അവിടെ ബോഡക്സിനെയും ലെവനെയും കാണുന്നത്. ലെവനാണെങ്കിൽ ഐസ്ക്രീം കടയിൽ പോയിട്ട് വലിയ 2 പെട്ടി ഐസ്ക്രീമൊക്കെ വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരന്റെ മുഖം കണ്ടാൽ അറിയാം അവൻ എന്തിനെയോ മറച്ചു പിടിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ആ ചെങ്ങായി ഷോപ്പിംഗ് മോളിന്റെ പുറത്തു പോകുന്നു. ഇതേ സമയം ബോഡക്സുകളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കോണ്ടാക്ട് കൊടുക്കുന്നു. എന്നിട്ട് വലിയൊരു ദ്വാരം ഉണ്ടാക്കി അതിനകത്തോട്ട് പോകുന്നു. ഈ ദ്വാരത്തിന് പറയുന്ന പേരാണ് ഗേറ്റ് വേ ടു ദി ഹെൽ, അതായത് നരകത്തിലോട്ടുള്ള ഗേറ്റ് വേ. ഇതൊക്കെ കണ്ടിട്ടാകെ ഞെട്ടിയിരിക്കുകയാണ് തോമസ്. കാരണം സാധാരണഗതിയിൽ വയലൻസ് നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് അവസാനിക്കുന്നത് വരെ ആരാണോ വയലൻസ് നടത്താൻ പോകുന്നത് അവരുടെ കൂടെ തന്നെ ബോഡക്സ് ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ അയാളുടെ മേളിൽ നിന്ന് ഇൻട്രസ്റ്റും പോയി തിരിച്ച് നരകത്തിലോട്ട് പോയിരിക്കുകയാണ് ബോഡക്സ്. എന്തിന്? എന്തൊക്കെയാണേലും തോമസ് സ്റ്റോമിയുടെ വണ്ടി എടുക്കുന്നു, അങ്ങേരെ ഫോളോ ചെയ്യുന്നു. അങ്ങനെ അയാളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങേരാണെങ്കിൽ ജസ്റ്റ് വീട്ടിലോട്ട് പോകുന്നു, മേടിച്ചു വെച്ച ഐസ്ക്രീം വീട്ടിൽ ഭദ്രാക്കുന്നു. എന്നിട്ട് കാർ എടുത്ത് എങ്ങോട്ടോ പോകുന്നുണ്ട്. ആ ഒരു കറക്റ്റ് സമയം നോക്കി നൈസായിട്ട് ആ വീട്ടിലോട്ട് അങ്ങ് കയറുകയാണ് നമ്മളുടെ തോമസ്. ആ വീടാണെങ്കിൽ ഒരുമാതിരി പൂരപ്പറമ്പ് പോലെയാണ് കിടക്കുന്നത്. അത്രക്കും വൃത്തിയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറേ സിഗരറ്റ് കുറ്റികൾ തോമസിന് കിട്ടുന്നത്, അതും വ്യത്യസ്ത ബ്രാൻഡുകൾ. അപ്പം തന്നെ തോമസിന് മനസ്സിലായി ഇയാൾ ഒറ്റയ്ക്കല്ല, ഇങ്ങേർക്ക് ഏതൊക്കെയോ ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ തോമസ് ആ വീട് മൊത്തത്തിൽ സെർച്ച് ചെയ്യുന്നു. അപ്പോഴാണ് തൊട്ടടുത്ത റൂമിൽ നിന്ന് കുറേ പേര് ഒരുമിച്ച് അലർന്ന സൗണ്ട് തോമസ് അങ്ങ് കേൾക്കാൻ ആരംഭിക്കുന്നത്. അവനാകെ പേടിച്ചു വിറച്ച് നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവിടെ മൊത്തത്തിൽ അങ്ങ് ഐസാവാൻ തുടങ്ങുന്നത്. തണുത്ത് വിറച്ച് നിൽക്കാൻ വയ്യ. ഐസ് മാത്രമല്ല, കുറേ ആത്മാക്കൾ അവൻ്റെ ഫ്രണ്ടിലോട്ട് വരുന്നു. പെട്ടെന്നാണ് ഈ ആത്മാക്കൾ തിരിച്ച് ആ റൂമിലോട്ട് തന്നെ കയറുന്നത്. ഇത് കണ്ടേക്ക് തോമസ് ആണെങ്കിൽ നൈസായിട്ട് ആ റൂം അങ്ങ് തുറക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഞെട്ടിക്കുന്നൊരു കാഴ്ച പുള്ളിക്കാരൻ അങ്ങ് കാണുന്നത്. കുറേ കൂടുകൾ, അതിനകത്താണെങ്കിൽ കുറേ പക്ഷികൾ മരവിച്ചിരിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഓൾറെഡി കിളി പോയിട്ടാണ് മൂപ്പരിയിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് അടുത്തത്. അവിടെ ചെറിയൊരു ദ്വാരം വരുന്നു. അതിനകത്തുനിന്ന് വെളിച്ചവും. തോമസ് അപ്പം തന്നെ എന്താ കാര്യം എന്നൊക്കെ നോക്കുന്നുണ്ട്. പെട്ടെന്നാണ് അതങ്ങ് പടർന്ന് പിടിക്കാൻ തുടങ്ങുന്നത്. അതുമാത്രമല്ല, ഷോപ്പിംഗ് മോളിൽ കണ്ട അതേ ദ്വാരം അങ്ങോട്ട് വരുന്നു. അതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, ഗേറ്റ് വേ ടു ദി ഹെൽ. പിന്നെ തോമസ് വെറുതെ ഇരിക്കോ, ഒരൊറ്റ ഓട്ടം. എന്നാൽ ഈ ഗേറ്റ് വേ ആണെങ്കിലോ അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഉള്ളിലോട്ട് വലിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് തോമസ് ഉള്ളിലോട്ട് പോകുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങ് ഒളിച്ചിരിക്കുന്നു. കാരണം ധാരാളം ബോഡക്സുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇവരാണെങ്കിൽ ഈ വീട് മൊത്തത്തിൽ വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ബോഡക്സിന് വീടിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നൊരു സംശയം വരുന്നത്. പിന്നെ പറയണ്ടല്ലോ, സെർച്ചിങ് അങ്ങ് ആരംഭിക്കുന്നു. തോമസിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ പേടിക്കാനൊന്നുമില്ല, അവരെങ്ങോട്ടോ പോകുന്നുണ്ട്. അങ്ങനെ തോമസ് സ്റ്റിൽ സെർച്ചിങ്ങിലാണ്. അവൻ പിന്നെയും അവർ റൂമിലോട്ട് കയറി നോക്കുമ്പോണ്ട് എല്ലാം ബാക്ക് ടു നോർമലായിരിക്കുന്നു. തണുത്ത് മരവിച്ച പക്ഷികളടക്കം ഇപ്പണ്ട് ചലച്ചുകൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, അവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, അതും പഴയൊരു പൊന്നാസ് സാധനം. പിന്നെ പോരാത്തതിന് കുറേ ഫോട്ടോസ്. അതാണെങ്കിൽ ബ്രൂട്ടാലിറ്റിയുടെ അങ്ങേയറ്റ. അങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ സ്റ്റോമിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് തോമസ്. അപ്പോഴാണ് ഒരു കൂട്ടം ഫയൽസ് അവൻ്റെ കണ്ണിൽ പെടുന്നത്. ഫയൽസ് മാത്രമല്ല, ഒരു ലെറ്ററും. ആ ലെറ്ററിൽ നിന്ന് അവൻ മനസ്സിലാക്കി ഇങ്ങേരുടെ പേര് റോബർട്ട് എന്നാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കലണ്ടർ അവൻ്റെ ശ്രദ്ധയിൽ പെടുന്നത്. ഇന്ന് ഓഗസ്റ്റ് 14 നാളെ ഓഗസ്റ്റ് 15. പക്ഷെ കലണ്ടറിനകത്താണെങ്കിൽ ഓഗസ്റ്റ് 16 ആണ് 14 ശേഷം കാണിക്കുന്നത്. വിച്ച് മീൻസ് ഓഗസ്റ്റ് 15 അവൻ കീറിയെടുത്തിരിക്കുന്നു. പക്ഷെ ഇതൊന്നുമല്ല ഇവിടുത്തെ ഹൈലൈറ്റ്. ഓഗസ്റ്റ് 14 ആരൊക്കെയോ റിച്വൽ നടത്തേണ്ട അടയാളങ്ങൾ കാണാനുണ്ട്. കാരണം ആ കലണ്ടറിൽ സാത്താൻ്റെ സിമ്പല്, അതുപോലെ തന്നെ പക്ഷി കൂട്ടിലാക്കി വെച്ച ചിത്രം, അങ്ങനെ ഏതാണ്ടൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ഈ റിച്വലിന്റെ ഭാഗമായിട്ടായിരിക്കണം ഈ ഒരു പക്ഷികളും കൂടുകളൊക്കെ. അതുമാത്രമല്ല, നാളത്തെ ഡേറ്റായ ഓഗസ്റ്റ് 15 റോബർട്ടിന്റെ സ്വന്തം ഫയലിൽ നിന്ന് തോമസിന് കിട്ടുന്നു. അതിനൊരേ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ, ഈ നാട്ടിലോട്ട് റോബർട്ട് വയലൻസ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് നാളെയാണ്. പെട്ടെന്നാണ് വീട്ടിലോട്ട് ആരോ വരുന്നത്. തോമസ് അപ്പം തന്നെ വിൻഡോ വഴി പുറത്തു കടക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് നാശം പിടിക്കാനായിട്ട് കുറെ പട്ടികൾ അങ്ങോട്ട് വരുന്നത്. ഇതിന്റെ സൗണ്ട് കേട്ടേക്ക് അകത്ത് കയറിയവൻ പുറത്തോട്ട് വരുന്നു. പുള്ളിക്കാരനാണെങ്കിൽ ഭയങ്കര പരിചയമുള്ള ഒരു സ്ഥലമാണ് കേട്ടാ. അതായത് റോബർട്ടിന്റെ ഫ്രണ്ട് ആവാനാണ് ചാൻസ്. നാശം പിടിക്കാനായിട്ട് കുറെ പട്ടികൾ എന്നും പറഞ്ഞ് ഇങ്ങേരാണെങ്കിൽ ഒരു റിവോൾവർ എടുത്തിട്ട് അങ്ങ് വരുന്നു. അത് കണ്ടേക്ക് പട്ടികളാണെങ്കിൽ നൈസായിട്ട് അവരുടെ റൂമിലോട്ട് തന്നെ പോകുന്നുണ്ട്. ഇവിടെ തോമസ് ആണെങ്കിൽ അപ്പോഴേക്കും മേളിലോട്ട് കയറി ഒളിക്കുന്നു. അതുകൊണ്ട് മാത്രം അവൻ രക്ഷപ്പെട്ടു. പക്ഷെ ഈ തോക്കും പിടിച്ച് വന്നവന്റെ ഫേസ് തോമസ് കണ്ടിട്ടില്ലാട്ടാ. അങ്ങനെ തോമസ് ചീഫിന്റെ അടുത്തെത്തി. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോഴാണ് ചീഫിന്റെ വീട്ടിലോട്ട് ഫസ്റ്റ് സീനിൽ കണ്ട ഓഫീസർ എക്ലസ് വരുന്നത്. കൂടെ മറ്റൊരു ഓഫീസറും ഉണ്ട്. അവളുടെ പേരാണ് ജാക്കി. ഇവിടെ എക്ലസിനാണെങ്കിൽ നമ്മളുടെ തോമസിന് അത്ര വലിയ പിടുത്തമൊന്നുമില്ല. കാരണം പോലീസിനേക്കാൾ റോളാണ് ഇവൻക്ക് എല്ലാ വിധത്തിലും. അതിൻ്റെ മെയിൻ കാരണക്കാരൻ വേറെ ആരുമില്ല, നമ്മളുടെ ചീഫ് തന്നെയാണ്. അങ്ങനെ ചീഫ് റോബർട്ടിനെ കുറിച്ച് ഇന്റൽ എടുക്കാൻ പറയുന്നു എക്ലസിനോട്. ഇതിൻ്റെ ഇടയിൽ ജാക്കി ആണെങ്കിൽ തോമസുമായിട്ട് ഒട്ടാനൊരുങ്ങുന്നുണ്ട്. പക്ഷെ യാതൊരു കാര്യമില്ല, പുള്ളിക്കാരിത്തിയെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കുകയാണ് തോമസ്. അപ്പോഴാണ് ചീഫ് അങ്ങോട്ട് വരുന്നത്, അതും റോബർട്ടിൻ്റെ ഡീറ്റെയിൽസുമായിട്ട്.
റോബർട്ട് ഒരു 5 മാസം മുന്നെയാണ് ഈ നാട്ടിലോട്ട് വരുന്നത്. പുള്ളിക്കാരനൊരു അമ്മ മാത്രമേ ഉള്ളൂ, പക്ഷെ അവരാണെങ്കിൽ മരിക്കുകയും ചെയ്തു. സോ റോബർട്ട് ഇപ്പോൾ ഒറ്റയ്ക്കാണ്. അത് മാത്രമല്ല, നല്ല പക്ക ക്ലീൻ റെക്കോർഡും. ചുരുക്കി പറഞ്ഞാൽ സംശയിക്കത്തക്ക ഒന്നുമില്ല. പക്ഷെ എന്നാൽ അവൻ്റെ മുകളിൽ ഒരു കണ്ണ് വെക്കാനാണ് തോമസ് പറയുന്നത്. അങ്ങനെ തോമസ് സ്റ്റോമിയെ കാണാൻ പോകുന്നു, അതും ആരുമില്ലാത്തൊരു ചർച്ചിലോട്ട്. അവിടെയാണെങ്കിൽ ഒരു ഗംഭീര പില്ലറുണ്ട്. അതിൻ്റെ മുകളിലിരുന്ന് ഡിന്നർ കഴിക്കാനൊക്കെ നല്ല രസമാണ്. സോ ഇവർ ജസ്റ്റ് വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് മതളകിയ പോലെ റോബർട്ട് അങ്ങോട്ട് വരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ തോമസിന് മനസ്സിലായി റോബർട്ടിൻ്റെ വീട്ടിൽ കയറിയ കാര്യം പുള്ളിക്കാരൻ അറിഞ്ഞു എന്നുള്ളത്. പിന്നെ പറയണ്ടല്ലോ, സ്റ്റോമിയും കൂട്ടി ഓടടാ ഓട്ടം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ചർച്ചിൽ ഒളിക്കുന്നുണ്ട്. റോബർട്ടാണെങ്കിൽ ഇവരെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തോമസ് നൈസായിട്ട് ആ ഡോർ തുറന്നു നോക്കുന്നു. എന്തോ ഭാഗ്യത്തിന് റോബർട്ടിനെ കാണുന്നില്ല. പിന്നെ ലെവൻ ഒന്നും നോക്കിയില്ല, സ്റ്റോമിയും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു. അപ്പോഴാണ് റോബർട്ട് ഇവർ നിന്നിരുന്ന റൂമിലോട്ട് അങ്ങ് കയറാന്ന് മാത്രമല്ല, ആ റൂം മൊത്തത്തിൽ അങ്ങ് തല്ലി പൊളിക്കുന്നുണ്ട് ദേഷ്യത്തിൽ. തോമസ് ആണെങ്കിൽ വേഗം തന്നെ ചീഫിനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. പുള്ളിക്കാരനാണെങ്കിൽ പാവം വൈഫുമായിട്ട് ചെറിയൊരു ദതിലാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തോമസ്, നീ പറയുന്നതനുസരിച്ച് ചർച്ചിലോട്ട് വന്ന് റോബർട്ട് തന്നെ ആയിരിക്കും. കാരണം അവൻ്റെ വീട് വാച്ച് ചെയ്യാനായിട്ട് ഞാനൊരു പോലീസുകാരനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറയുന്നതനുസരിച്ച് റോബർട്ട് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ചീഫ്, ഓഗസ്റ്റ് 15 ആവാൻ ഇനി വെറും 3 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. നടക്കാൻ പോകുന്നത് എന്താണോ അത് അത്രയും വലുതായിരിക്കും. എന്ത് വില കൊടുത്തും അത് തടഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ചീഫാണെങ്കിൽ പോലീസുകാരെയും കൊണ്ട് ചർച്ചിലോട്ട് പോകുന്നു. അവിടെ വല്ല ഫിംഗർ പ്രിൻ്റും ഉണ്ടെങ്കിൽ ഈ ഒരു പേരും പറഞ്ഞ് റോബർട്ടിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഓഗസ്റ്റ് 15 എന്താണോ റോബർട്ട് പ്ലാൻ ചെയ്യുന്നത് അത് തടയാൻ സാധിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തോമസ് അവൻ്റെ ഒരു ഫ്രണ്ടിനെ കാണുന്നത്. നേരത്തെ പറഞ്ഞ മറ്റേ ആ സർക്കിൾ ഉണ്ടല്ലോ, ആ ഒരു സർക്കിളിനകത്ത് ഉണ്ട് കേട്ടാ ഈ ഒരു ഫ്രണ്ട്. പുള്ളിക്കാരൻ വലിയൊരു സ്റ്റീലിൻ്റെ മാലയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അല്ല തോമസ്, നീ എന്തിനാണ് ഈ സ്റ്റീലിൻ്റെ മാലയൊക്കെ ഒപ്പിക്കാൻ പറഞ്ഞത്? ഓ, സ്റ്റോമിക്ക് ഗിഫ്റ്റ് കൊടുക്കാനാവൂലേ? അല്ലടാ, കുറച്ച് ദിവസമായിട്ട് ഞാനൊരു വിഷൻ കാണുന്നുണ്ട്. ഒരു ബുള്ളറ്റ് ഹാർട്ടിലോട്ട് കയറാൻ പോകുന്നൊരു വിഷൻ. എൻ്റെ വിഷൻ അനുസരിച്ച് എനിക്കൊരു ഫീലിംഗ് ആ ഹേർട്ട് ചീഫിൻ്റെ ആവുമെന്ന്. സോ ഇത് അങ്ങേർക്കുള്ളതാ. അങ്ങനെ ഇതും വാങ്ങി സ്റ്റോമിയെ വീട്ടിലോട്ട് ആക്കാൻ പോകുന്നു. ഇവിടെ സ്റ്റോമിയാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടിരിക്കേ. അത് അവളെക്കുറിച്ച് ഓർത്തിട്ടല്ല, തോമസിനെ കുറിച്ച് ആലോചിച്ചിട്ടാ. അങ്ങനെ തോമസ് സ്കൂട്ടറും കൊണ്ടുപോകുന്നത് നേരെ ബൗളിംഗ് സെൻറ്ററിലോട്ടാ. എന്നാൽ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നുള്ളത് ലെവന് പോലും അറിയില്ല. മൂപ്പര് സ്റ്റോമിയും കൂട്ടി വണ്ടി ഓടിച്ച് നേരെ ഇങ്ങോട്ട് വന്നു. എത്തിയ പാട് ഞാനെന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ടാണ് നിപ്പ്. അപ്പോഴാണ് ബൗളിംഗ് സെൻറ്ററിൻ്റെ ബോർഡ് അവരങ്ങ് കാണുന്നത്. തോമസ്, നീ പറഞ്ഞ സ്വപ്നത്തിൽ ബൗളിംഗ് യൂണിഫോം ഇട്ട ആൾക്കാരുണ്ടായിരുന്നില്ലേ? പക്ഷേ അത് റെഡ് യൂണിഫോമാണ്. ഇവിടുത്തെ ഈ സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ പച്ച യൂണിഫോം അല്ലേ? എന്തായാലും എനിക്ക് ഒന്നുറപ്പാണ്, റോബർട്ടും ഞാൻ കണ്ട സ്വപ്നവും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ ചീഫിൻ്റെ ഒരു ഫോൺ കോള്. സംഭവം വേറെ ഒന്നുമില്ല, ഇവർ പ്രതീക്ഷിച്ച പോലെ ആ ചർച്ചിനകത്തുനിന്ന് ഒരു ഫിംഗർ പ്രിൻ്റ് പോയിട്ട് ഒരു തേങ്ങയും കിട്ടുന്നില്ല. അങ്ങനെ തോമസും സ്റ്റോമിയും കൂടെ ബൗളിംഗ് സെൻറ്ററിലോട്ട് കയറുന്നു. അപ്പോഴാണ് ഞെട്ടിക്കുന്നൊരു കാഴ്ച തോമസ് അങ്ങ് കാണുന്നത്. അവിടെയുള്ള ബൗളിംഗ് വർക്കേഴ്സിൻ്റെ യൂണിഫോം ഗ്രീനീന്ന് റെഡായിരിക്കുന്നു. ഇത് കണ്ടേക്ക് തോമസ് ആണെങ്കിൽ ഞെട്ടിത്തരിച്ചിരിക്കുന്നുണ്ട്. പിന്നെ അവനൊന്നും നോക്കിയില്ല, നേരെ ചീഫിനെ വിളിക്കുന്നു. എങ്ങാനും ഈ ഒരു ചുരുങ്ങിയ ടൈം കൊണ്ട് റോബർട്ട് എങ്ങാനും ഇങ്ങോട്ട് എത്തിയാലോ? സോ നമ്മളുടെ ചീഫ് ബൗളിംഗ് സെൻറ്ററിലോട്ട് ഒരു ഓഫീസറിനെ വിടുന്നു. ആ ഓഫീസർ വേറെ ആരുമില്ല, ഫസ്റ്റ് സീനിൽ കണ്ട വാർണറാ. വാർണർ നെക്ലസിനും തോമസിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ വാർണർ റോബർട്ടിനെ കുറിച്ച് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അല്ല തോമസേ, നീ എന്തിനാണ് ഈ റോബർട്ടിൻ്റെ പിന്നാലെ പോകുന്നത്? പ്രത്യേകിച്ച് റീസൺ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് വെറുതെ കുറേ നുണകളങ്ങ് അടിച്ചിറക്കുന്നു. കുറച്ചു മുമ്പ് ഈ റോബർട്ട് എന്നോട് ഭയങ്കര മോശമായിട്ട് പെരുമാറി. ആര്, റോബർട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വാർണർ. ഇങ്ങേരാണെങ്കിൽ ചോദ്യത്തിൻ്റെ മേളിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് സ്റ്റോമി വാർണറിൻ്റെ മേത്തുണ്ടായിരുന്ന ഒരു ടാറ്റുവിനെ കുറിച്ച് ചോദിക്കുന്നു. POD എന്നാണ് ഈ ടാറ്റു. അങ്ങനെ തൽക്കാലത്തിന് വിഷയം മാറ്റുന്നു. ഇവർ നൈസായിട്ട് അങ്ങ് സ്കൂട്ടാവുന്നു. ഇവർ നേരെ പോകുന്നത് നമ്മളുടെ വീടെടുത്തോട്ടാ. കാരണം ഇവൻ്റെ ഈ ഡ്രീം കണ്ടിട്ടുള്ളത് ലെവല് മാത്രമാണ്. നിന്റെ ഡ്രീമിൽ നീ വല്ല ബൗളിങ്ങിൻ്റെ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നോ? അത് മാത്രമല്ല, ഓഗസ്റ്റ് 15 അതായത് നാളത്തെ ദിവസം നിന്റെ പ്ലാൻസ് എന്താ? ഞാനങ്ങനെ ബൗളിങ്ങിൻ്റെ ആൾക്കാരെ ഒന്നും കണ്ടിട്ടില്ല. പിന്നെ നാളെ എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണ്. സോ അതിൻ്റെ ചെറിയൊരു പ്ലാനിങ് ഉണ്ട്. അങ്ങനെ ഈ ഒരു ഡ്രീമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി അവളുടെ കഴുത്തിലങ്ങ് സ്പർശിക്കുന്നുണ്ട് തോമസ്. നിന്റെ ഡ്രീമിൽ കണ്ട കാര്യങ്ങൾ എന്താന്ന് ഓർത്തെടുക്ക്. ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഡ്രീമിനകത്ത്. അത് മാത്രമല്ല, പെട്ടെന്ന് കുറേ ഫ്ലാഷസ്, പിന്നെ പോരാത്തതിന് പഴയൊരു മ്യൂസിക്കും, പിന്നെ ഞാൻ കേൾക്കുന്നത് ഒരു ക്രൗഡിൻ്റെ സൗണ്ടാണ്. അതും ഈ സ്റ്റേഡിയത്തിലൊക്കെ ഉണ്ടാവുന്നത് പോലെ. പെട്ടെന്നാണ് കുറേ വെടിയുണ്ടകൾ. ഞാനാണെങ്കിൽ വെടിയും കൊണ്ട് താഴെ വീണെടുക്കുക. നീ കിടക്കുന്ന ഫ്ലോർ കോൺക്രീറ്റ് ആണോ ഗ്രാസ് ആണോ അങ്ങനെ എന്തേലും പറയാൻ പറ്റുമോ? പെട്ടെന്നാണ് അങ്ങ് പാനിക്കാവാൻ തുടങ്ങുന്നത്. കാരണം ആ ഫ്ലോർ ചോര കൊണ്ട് സ്ലിപ്പറി ആയിരിക്കുന്നു. അതിന് പുറമെ കുറേ ഡെഡ് ബോഡീസും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തോമസിന് ഒരു ഫീലിംഗ് അങ്ങ് കിട്ടുന്നത്. അവൻ അപ്പം തന്നെ വീടെ മക്കളെ പോയി നോക്കുന്നുണ്ട്.
ആ സമയത്ത് ആ പാവം കുട്ടികളുടെ ചുറ്റും ബോഡക്സാ. ചുരുക്കി പറഞ്ഞ ഈ ഒരു കുട്ടികളും ഒക്കെ മരിക്കും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. മരണത്തിന് മുന്നോടിയായിട്ടുള്ള സ്മെല്ലിംഗ് അതാണ് ബോഡക്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ഒരു ബോഡക്സ് തോമസിന്റെ നേർക്കങ്ങ് വരുന്നത്. പക്ഷെ പുള്ളിക്കാരൻ നല്ല നൈസായിട്ടങ്ങ് അഭിനയിക്കുന്നു, അവിടുന്ന് പോകുന്നു. പക്ഷെ പോകുന്നതിന് മുമ്പ് വിയോടൊരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ എത്രയും വേഗം ഇവിടുന്ന് മാറണം. എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് നിങ്ങളുടെ മക്കൾ പോലും അറിയരുത്. ഇത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, മക്കളുടെ ചുറ്റുമാണ് ബോഡക്സുകൾ. സോ ഇവിടുന്ന് മാറി നിന്നാൽ ഇവരുടെ വിധിയെ തടുക്കാൻ പറ്റും. പക്ഷെ ഇവരെങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് ബോഡക്സ് അറിഞ്ഞു കഴിഞ്ഞാൽ തീർന്ന്. അങ്ങനെ ഇവർ തിരിച്ചു പോകുന്നു. ഇതിൻ്റെ ഇടയിൽ സ്റ്റോമിയാണെങ്കിൽ പേടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി വണ്ടി നിർത്തുന്നു. അപ്പോഴാണ് ഒരു പെണ്ണിന്റെ അലർച്ചി അങ്ങ് കേൾക്കുന്നത്. അത് വേറെ ആരുമല്ല, ഓഫീസർ ജാക്കിയാ. പുള്ളിക്കാരത്തിയാണെങ്കിൽ പേടിച്ചുറച്ചാണ് ഓടി വരുന്നത്. കാരണം അവളുടെ പിന്നാലെ 2 നായ്ക്കളുണ്ട്. ഇത് കണ്ടേക്ക് ഏതോ ഒരു ചെങ്ങായി അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഗണ്ണെടുക്കുന്നു, അങ്ങ് പൊട്ടിക്കുന്നു. എന്നാൽ അബദ്ധവശാൽ വെടികൊള്ളുന്ന ജാക്കിക്ക. സോ പട്ടികളും ചത്തു, ജാക്കിയും മരിച്ചു. അറിയാണ്ട് വെടിവെച്ച കാരണം പുള്ളിക്കാരനാണെങ്കിൽ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. തോമസും സ്റ്റോമി അങ്ങോട്ട് എത്തുന്നതിന് മുമ്പാണ് ഇതെല്ലാം നടക്കുന്നത്. അങ്ങനെ ഇവളുടെ ഡെഡ് ബോഡി കണ്ടേക്ക് തോമസിന് ഒരു കാര്യം മനസ്സിലായി, വയലൻസ് തുടങ്ങാൻ സമയമായി. അങ്ങനെ ചീഫും ടീമും എത്താന്ന് മാത്രമല്ല, കേസ് അന്വേഷണം തുടങ്ങി. ഇപ്പം സമയം 12 മണി. രാത്രി 8 മണിക്ക് പോലീസുകാർക്ക് ഒരു കോൾ വന്നിട്ടുണ്ട്. അതും ജാക്കിയെ കാണാനില്ല എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇപ്പം ഇതാ ഇവളുടെ ശവം കിട്ടി. അത് മാത്രമല്ല, ആരൊക്കെ ഉപദ്രവിച്ചതിന്റെ പാടുകൾ അവളുടെ ദേഹത്തുണ്ട്. സോ 8 മണിക്കും 12 മണിക്കും ഇടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവളെ വെടിവെച്ച മനുഷ്യന്റെ പേര് കെവിന്ന. പുള്ളിക്കാരൻ ഒരു സ്കൂൾ മാഷ. പിന്നെ പോരാത്തതിന് പുള്ളിക്കാരൻ അവളെ കൊല്ലേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോഴാണ് തോമസ് ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയുന്നത്. ജാക്കി ഓടിച്ച പട്ടികൾ റോബർട്ടിന്റെ പട്ടികളാണ്. കാരണം റോബർട്ടിന്റെ വീട്ടിൽ പോയപ്പോൾ കുറെ പട്ടികൾ കുരച്ചിട്ടുണ്ടായിരുന്നു. അതേ സെയിം പട്ടികളെയാണ് ഇവൻ ഇവിടെയും കണ്ടിരിക്കുന്നത്. ഇത് കേട്ടേക്ക് ചീഫാണെങ്കിൽ എത്രയും വേഗം റോബർട്ടിനെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. എന്നാൽ വാർണറിനാണെങ്കിൽ ഭ്രാന്ത് എടുക്കുന്നുണ്ട്. പുള്ളിക്കാരൻ രാവിലെ മുതൽ ചീഫ് പറഞ്ഞ അനുസരിച്ച് റോബർട്ടിന്റെ വീടും ബൗളിംഗ് സെന്ററൊക്കെ അടിച്ച് പറക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, പുള്ളിക്കാരൻ്റെ ഡൗട്ട് നമ്മളുടെ തോമസിനെയാ. അങ്ങനെ തോമസ് വീട്ടിലോട്ട് പോകുന്നു. പക്ഷെ പോകുന്നതിന് മുമ്പായിട്ട് മറ്റേ സ്റ്റീലിന്റെ മാലയുണ്ടല്ലോ, അതിടണം എന്നും പറഞ്ഞ് ചീഫിന് കൊടുക്കുന്നത്. അങ്ങനെ തോമസ് സ്റ്റോമിയുടെ റൂമിലെത്തി. നോക്കുമ്പോൾ അങ്ങോട്ടതാ ഒരു വാൻ വരുന്നു. നോക്കുമ്പോൾ അതിനകത്ത് ഏതൊരു പോലീസുകാരനാ. അത് കണ്ടേക്ക് തോമസിന് മനസ്സിലായി ചീഫ് ഇവനെ വാച്ച് ചെയ്യാൻ വേണ്ടി ആളെ നിർത്തിയിരിക്കുകയാണ്. കാരണം ഇനിയും തോമസ് ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചാൽ അത് ഡേഞ്ചറാന്ന് ചീഫിനറിയാം. സോ പുറത്തിരിക്കുന്ന പോലീസുകാരനറിയാണ്ട് നൈസായിട്ട് അവിടെ നിന്ന് ചാടുന്നു. എന്നിട്ട് നേരെ പോകുന്നത് അവൻ്റെ റൂമിലോട്ടാ. എന്നാൽ ഡോർ തുറന്നേക്ക് അവൻ കാണുന്നത് ഒരു റിവോൾവറാ. അത് മാത്രമല്ല, അവൻ്റെ ബാത്റൂമിനകത്ത് ഒരു ശവം, അതും റോബർട്ടിന്റെ ശവം. ഇതെങ്ങാനും പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ തൽക്കാലത്തിന് കേസ് തെളിയുന്നവരെ തോമസ് അകത്ത് കിടക്കും. കാരണം റോബർട്ടിനെ കൊല്ലാൻ യൂസ് ചെയ്തിട്ടുള്ള റിവോൾവർ അവിടെ തന്നെയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു സെറ്റപ്പാ. പിന്നെ പോരാത്തതിന് ഇതേ റിവോൾവർ തന്നെയാണ് രാവിലെ റോബർട്ടിന്റെ വീട്ടിൽ പോയപ്പോൾ അവൻ കണ്ട്. അവനാകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നുണ്ട്. ഇനിയാണ് ആ ട്വിസ്റ്റ് അങ്ങ് റിവീൽ ചെയ്യാൻ പോകുന്നത്. റോബർട്ടിന്റെ ശവത്തിന് ഭയങ്കര തണുപ്പ്. അതിനർത്ഥം അങ്ങേര് മരിച്ചിട്ട് കുറേ നേരായി. പിന്നെ ആരെയാണ് ഇവൻ ചർച്ചയിൽ വെച്ച് കണ്ട്? ആ സമയത്താണ് തോമസിന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ചർച്ചിനകത്ത് ചീഫ് പോയപ്പോൾ അവിടെ ഫിംഗർ പ്രിന്റ് ഒന്നുമില്ല. അത് മാത്രമല്ല, റോബർട്ടിനെ ചർച്ചയിൽ വെച്ച് സ്റ്റോമി കണ്ടിട്ടില്ല. തോമസ് കണ്ടു, ഓടി, അവൾ ഇവന്റെ പിന്നാലെ ഓടി. ഇതിനെല്ലാം ഒരേ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ. തോമസ് വീട്ടിൽ കയറുന്നതിന് മുമ്പ്, റോബർട്ടിന്റെ വീട്ടിൽ കയറുന്നതിന് മുമ്പ് റോബർട്ട് എങ്ങോട്ടോ പോയി. പിന്നീട് അവൻ കാണുന്നത് ചർച്ചയിൽ വെച്ചാ. എന്നാൽ വേറെ ആരും കണ്ടിട്ടുമില്ല, ഫിംഗർ പ്രിന്റും ഇല്ല. സോ വീട്ടിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം അങ്ങേര് മരിച്ചു. സോ ചർച്ചയിൽ വെച്ച് കണ്ട് അവൻ്റെ ആത്മാവിനെ മാത്രം, അതും തോമസിനെ ബ്ലെയിം ചെയ്തുകൊണ്ട് വരുന്ന ഒരാത്മാവ്. അങ്ങനെ റോബർട്ടിന്റെ ബോഡി അവൻ്റെ വീട്ടിൽ നിന്ന് മാറ്റുന്നു. അതും ഇവരുടെ ടൗണിൽ തന്നെയുള്ള ഒരു അബാൻഡൻ പ്രസന്റിലോട്ട്. അവിടെ വലിയൊരു ഗ്യാസ് ചാമ്പർ ഉണ്ട്. അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ തൽക്കാലത്തിന് സേഫാണ്. പക്ഷെ ഇവിടെ തോമസിന്റെ മുന്നിലാണെങ്കിൽ കുറേ ചോദ്യങ്ങളുണ്ട്. റോബർട്ട് മരിച്ചിട്ട് ആത്മാവായിട്ടാണ് ചർച്ചിലോട്ട് വന്നത്, അതും തോമസിനെ ബ്ലെയിം ചെയ്തുകൊണ്ട്. അത് മാത്രമല്ല, ഇതൊരു സെറ്റപ്പായിട്ടും പോലീസുകാർ ഇതുവരെ തോമസിന്റെ വീട്ടിലെത്തിയിട്ടില്ല. പിന്നെ പോരാത്തിന് ഇതൊക്കെ ആരാണോ ചെയ്യുന്നത് അവർക്ക് തോമസിനെ അറിയുകയും ചെയ്യാം. എന്നാൽ അവനെ കൊല്ലാൻ ശ്രമിക്കുന്നുമില്ല. കാരണം എന്ത്? ഇതൊക്കെ ആലോചിച്ച് ഭ്രാന്ത് എടുക്കുന്നുണ്ട് തോമസിന്. പിന്നെ അവനൊന്നും നോക്കിയില്ല, നേരെ ചീഫിന്റെ അടുത്തോട്ട് പോകുന്നു. എന്നാൽ പോകുന്ന സമയത്ത് അവൻ കാണുന്നത് 100 കണക്കിന് ബോഡക്സിനെയാണ്. അവനാകെ ഞെട്ടിത്തെരിച്ചിരിക്കുന്നുണ്ട്. കാരണം ചറ പറന്നാണ് ബോഡക്സ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം ചീഫിനെ കാണിക്കുന്നുണ്ട് കേട്ടാ. ചീഫിന്റെ വീട്ടിലോട്ട് ആരോ വന്നിട്ടുണ്ട്. ചീഫ് പോയിട്ട് ഡോർ തുറക്കുന്നു. പെട്ടെന്നാണ് ബുള്ളറ്റ് ചീഫിന്റെ നെഞ്ചത്തോട്ടങ്ങ് കയറുന്നത്. സോ ആരാണോ റോബർട്ടിനെ കൊന്ന് അവരുടെ അടുത്ത ലക്ഷ്യം ചീഫായിരുന്നു. പക്ഷെ നമ്മളുടെ ചീഫ് മരിച്ചിട്ടില്ല, ഹോസ്പിറ്റലിലാണ്.
അങ്ങനെ തോമസ് ഹോസ്പിറ്റലിലെത്തി. ഇവനെ കണ്ടതും എക്ലസ് ആണെങ്കിൽ ഗണ്ണെടുക്കുന്നുണ്ട്, കാരണം പോലീസുകാർ അത്രയും മലയിട്ടായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ തോമസ് ആണെന്ന് കണ്ടപ്പോൾ ഗണ്ണ് താഴ്ത്തുന്നു. അപ്പോഴാണ് സന്തോഷമുള്ളൊരു വാർത്ത. സംഭവം വേറൊന്നുമില്ല, അവൻ കൊടുത്ത മാലയാണ് ചീഫിനെ രക്ഷിച്ചിരിക്കുന്നത്. ഏകദേശം 4 തവണ കില്ലർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ കൊണ്ടിരിക്കുന്നത് ഒരൊറ്റ ബുള്ളറ്റ് മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ ബുള്ളറ്റിനെയും ഇവൻ കൊടുത്ത സ്റ്റീൽ മാല തടഞ്ഞു. പക്ഷെ എന്നാലും ഒരു ബുള്ളറ്റ് കയറിയിട്ടുണ്ടല്ലോ, അതെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലുകാർ. ചുരുക്കി പറഞ്ഞാൽ ചീഫിന് തൽക്കാലത്തിന് പുറത്തിറങ്ങാൻ പറ്റില്ല. അങ്ങനെ രാവിലെയായി. ഇന്നാണ് ഓഗസ്റ്റ് 15, അതായത് നടക്കാൻ പോകുന്ന വയലൻസ് ഇന്നാ. അതിന് മുന്നോടിയായിട്ടുള്ള ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇപ്പം തന്നെ കുറേയുണ്ട്. ഒന്ന്, റോബർട്ടിൻ്റെ മരണം. അതുപോലെ എന്താണ് റോബർട്ടിൻ്റെ ആത്മാവ് പറയാൻ ശ്രമിക്കുന്നത്? അതുമാത്രമല്ല, ജാക്കിയുടെ മരണം. പിന്നെ പോരാത്തിന് ചീഫിനെതിരെയുള്ള കൊലപാതക ശ്രമം. അങ്ങനെ തോമസ് സ്റ്റോമിയെ കാണാൻ പോകുന്നു എന്ന് മാത്രമല്ല, ഇവളോട് വീട്ടിൽ തന്നെ ഇരിക്കാനാണ് പറയുന്നത്. കാരണം ഇന്നാണ് ഓഗസ്റ്റ് 15, ഇന്നാണ് ആ ഒരു മാസ് മേർഡർ അല്ലെങ്കിൽ ആ ഒരു വയലൻസ് ഒക്കെ നടക്കാൻ പോകുന്നത്. സോ ഇവൾ വീട്ടിലിരിക്കലാണ് സേഫ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എവിടെയാണോ തോമസ് ഉണ്ടാവുക അവിടെ ഇവളും ഉണ്ടാവും. സോ ഇവൾ വാശി പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്, ഞാൻ ഇന്ന് പുറത്തിറങ്ങുമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ തോമസ് രണ്ടും കൽപ്പിച്ച് റോബർട്ടിൻ്റെ വീട്ടിലോട്ട് പിന്നെയും കയറുന്നു. എന്നിട്ട് അവൻ്റെ ഒരു പൊന്നാസ് കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, അത് ഓപ്പണാക്കി നോക്കുന്നുണ്ട്. അതിനകത്താണെങ്കിൽ ഏതോ ഒരു സാത്താൻ ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ കുറേ ആർട്ടിക്കിൾസ് ഉണ്ട്. അതിന് പുറമെ കുറേ ഡീറ്റെയിൽസും, അതും മാരക എക്സ്പ്ലോസീവ്സ് ഒക്കെ വാങ്ങിയതിൻ്റെ ഡീറ്റെയിൽസ്. അതുമാത്രമല്ല, വലിയൊരു വൈറ്റ് കളർ ട്രക്കിൻ്റെ ഫോട്ടോ കൂടിയുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഞെട്ടിയിരിക്കുകയാണ് തോമസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തോമസ് പോയിട്ട് റോബർട്ടിൻ്റെ ഫ്രിഡ്ജ് തുറന്ന് നോക്കുന്നത്. അതിനകത്താണെങ്കിൽ കുറേ മനുഷ്യ പല്ലുകൾ, വിരലുകൾ, പിന്നെ പോരാത്തതിന് സ്റ്റോമിയുടെ ഐസ്ക്രീം കടയിൽ നിന്ന് വാങ്ങിയ ഐസ്ക്രീം പെട്ടിക്കകത്ത് ഒരു തലയോട്ടിയും. ഇതൊക്കെ കണ്ടിട്ട് തോമസ് ആണെങ്കിൽ പേടിച്ചു വരച്ചിരിക്കേ. നമ്മളുടെ റോബർട്ടിന് ഒരമ്മയുണ്ട്, പുള്ളിക്കാരിത്തി മരിച്ചു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിക്കവാറും ഇത് അവരുടെ ഇരിക്കും. അങ്ങനെ തോമസ് ഫ്രിഡ്ജ് അങ്ങടക്കുന്നു. നോക്കുമ്പോൾ അവിടെയുണ്ട് റോബർട്ടിൻ്റെ ആത്മാവ്. റോബർട്ടാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ തോമസിനെ അടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ യാതൊരു കാര്യമില്ല. മരിച്ച ആൾക്കാർക്ക് ഫിസിക്കലായിട്ടിരിക്കുന്ന ആൾക്കാരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ സാധിക്കും. ആത്മാവിൻ്റെ ദേഷ്യം കൂടിക്കഴിഞ്ഞാൽ അവർക്ക് അടിക്കാൻ പറ്റില്ല എന്നുള്ളൂ. അവരുടെ കൺട്രോളിംഗ് പവർ കൊണ്ട് സാധനങ്ങൾ മനുഷ്യരുടെ ദേഹത്തോട്ട് എറിയാൻ സാധിക്കും. പിന്നെ പറയണ്ടല്ലോ, എല്ലാ ഐറ്റംസും എടുത്ത് തോമസിന് നേരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് റോബർട്ട്. പെട്ടെന്നാണ് ഗ്യാസ് അങ്ങ് ലീക്കാവുന്നത്. പിന്നെ തോമസ് ഒന്നും നോക്കിയില്ല, പുറത്ത് കിടക്കുന്നു. റോബർട്ട് ആണെങ്കിൽ അവൻ്റെ മുഴുവൻ ദേഷ്യവും പുറത്തെടുത്ത് ആ വീടങ്ങ് കത്തിക്കുന്നുണ്ട്. എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് തോമസ് രക്ഷപ്പെട്ട്. അങ്ങനെ തോമസ് വേഗം കാറെടുത്ത് സ്ഥലം വിടുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഇവനാണെങ്കിൽ ഓരോന്നും തമ്മിൽ കണക്ട് ചെയ്ത് നോക്കുന്നുണ്ട്. ഒന്ന്, ഇവൻ കണ്ടോണ്ടിരിക്കുന്ന നെഞ്ചത്തോട്ട് ബുള്ളറ്റ് വരുന്ന വിഷൻ, അത് ചീഫിനുള്ളതാവുന്നും കരുതിയാണ് പുള്ളിക്കാരന് സ്റ്റീലുമാല കൊടുത്ത്. പക്ഷെ എന്നിട്ടൊരു ബുള്ളറ്റ് അകത്ത് കയറി. അങ്ങനെ കയറണമെന്നുണ്ടെങ്കിൽ ഈ വിഷനിലുണ്ടായിരുന്ന ആൾ വേറെയാ, അതും നമ്മളുടെ റോബർട്ട്. റോബർട്ടിൻ്റെ നെഞ്ചിൽ തന്നെയാണ് ബുള്ളറ്റ് കൊണ്ടിരിക്കുന്നത്. ആ ബുള്ളറ്റ് കൊണ്ടിട്ടാണ് പുള്ളിക്കാരൻ മരിച്ചിരിക്കുന്നതും. ഈ ഒരു കണക്ഷൻ കിട്ടിയേക്ക് നമ്മളുടെ തോമസ് നേരെ റോബർട്ടിൻ്റെ ഡെഡ് ബോഡിയുടെ അടുത്തോട്ട് പോകുന്നു. എന്നിട്ട് ആ ഒരു ബുള്ളറ്റ് കൊണ്ട് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ടാറ്റു ഉണ്ട്, POD. ഇതേ ടാറ്റു തന്നെയാണ് ഓഫീസർ വാർണറിന്റെ കയ്യിലും ഇന്നലെ രാത്രി തോമസ് കണ്ട്. അത് മാത്രമല്ല, ഇന്നലെ രാത്രി റോബർട്ട് തന്നോട് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞപ്പോൾ വാർണർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. റോബർട്ടോ, ആ ഒരൊറ്റ ചോദ്യം കേട്ടാലറിയാം വാർണർ ബൗളിംഗ് സെന്ററിലോട്ട് വരുന്നതിന് ഒരു 5-6 മണിക്കൂർ മുമ്പ് അവൻ റോബർട്ടിനെ തട്ടിയിട്ടുണ്ടെന്ന്. അല്ലാണ്ട് ഒരിക്കലും റോബർട്ട് തന്നോട് മോശമായിട്ട് പെരുമാറി എന്ന് പറയുമ്പോൾ ഞെട്ടേണ്ട കാര്യമില്ല. മരിച്ച റോബർട്ട് എങ്ങനെയാണ് ഇവനോട് മോശമായിട്ട് പെരുമാറിയെന്നും കരുതിയാണ് പുള്ളിക്കാരൻ അവിടെ ഞെട്ടുന്നത്. സോ അപ്പം തന്നെ വാർണർ ഒരു പദ്ധതി ഇട്ടു, തോമസിനെ കൊടുക്കാനുള്ള ഒരു പദ്ധതി. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ആ സെറ്റപ്പ്. അവൻ വീട്ടിലോട്ട് പോകുന്നുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു പോലീസ് വാൻ അന്ന് രാത്രി സ്റ്റോമിയുടെ വീട്ടിലെത്തുന്നത്. ആ വാനിലുണ്ടായിരുന്ന ആൾ വേറെ ആരുമല്ല, വാർണറാ. സോ ചുരുക്കി പറഞ്ഞാൽ ആ വാൻ അയച്ചിട്ടുണ്ടായിരുന്നത് ചീഫല്ല. എന്തൊക്കെയാണേലും വാർണറിന്റെ കഷ്ടകാലത്തിന് വാർണർ കാണാണ്ടാണ് തോമസ് വീട്ടിലെത്തുന്നത്. അതുകൊണ്ട് വാർണർ സ്റ്റോമിയുടെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നു. ആ ഒരു സമയങ്ങളിലാണ് തോമസ് റോബർട്ടിന്റെ ബോഡി അവിടെ നിന്ന് മാറ്റുന്നത്. സോ ആ ഒരു സെറ്റപ്പ് പ്ലാൻ പാളിപ്പോയി. ഇനി എന്തിനാണ് റോബർട്ടിനെ കൊന്നതെന്ന് ചോദിച്ചാൽ തോമസിന്റെ കയ്യിൽ അതിനൊരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, POD. അതിന്റെ ഫുൾ ഫോം ആണ് പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ്. ഇതൊരു ഡെവിൽ ഗ്രൂപ്പാണ്. പണ്ടെപ്പോഴും ഇവരെ കുറിച്ച് വായിച്ചിട്ടുണ്ട് തോമസ്. അത് മാത്രമല്ല, ആ കമ്പ്യൂട്ടറിനകത്ത് സാത്താനെ കുറിച്ച് കുറെ ആർട്ടിക്കിൾസ് കണ്ടിരുന്നു. POD അതുപോലെ തന്നെ ഈ ഒരു സാത്താന്റെ ഫോട്ടോസ് ഒക്കെ കൂടെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇവരെല്ലാവരും ഒരു ഗ്രൂപ്പാണ്, സാത്താന്റെ ഗ്രൂപ്പിൽ പെട്ടവര്. ചുരുക്കി പറഞ്ഞാൽ ഡെവിൽ ഗ്രൂപ്പ് ഒരുമിച്ച് വലിയൊരു മാസ് മേർഡർ പ്ലാൻ ചെയ്യുന്നു. അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് അറിയാണ്ട് റോബർട്ടിന്റെ കയ്യിൽ നിന്ന് പുറത്തുപോയി. സോ അവനെ തട്ടുക എന്നല്ലാണ്ട് വാർണറിന് വേറെ ഓപ്ഷൻ ഇല്ല. അതിനായിരിക്കണം അങ്ങേരെ കൊന്നുകളഞ്ഞ്. അങ്ങനെ തോമസ് എങ്ങോട്ടോ വണ്ടി ഓടിച്ച് പോകുന്നുണ്ട്. പക്ഷെ അവന്റെ ഫീലിംഗ് അവനെ കൊണ്ടെത്തിക്കുന്നത് ഷോപ്പിംഗ് മാളിന്റെ ഫ്രണ്ടിലോട്ടാണ്. അവിടെയുണ്ട് വാർണറിന്റെ പോലീസ് വണ്ടി.
വാർണർ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെയായിരിക്കണം ആ ഒരു മാസ് മർഡർ നടക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, ഇതേ ഷോപ്പിംഗ് മോളിലെ ഐസ്ക്രീം കടയിലാണ് നമ്മളുടെ സ്റ്റോമി വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ ആലോചിച്ച് ഭ്രാന്തെടുക്കുന്നുണ്ട് തോമസിന്. പക്ഷെ ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്. ഇതെല്ലാം നടക്കുമ്പോഴും ബോഡാക്സുകൾ വാർണറിനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ഇന്നേ വരെ തോമസ് കണ്ടിട്ടില്ല. അതിന്റെ കാരണം എന്താ? അങ്ങനെ തോമസ് ഷോപ്പിംഗ് മോളിന്റെ സെക്യൂരിറ്റി ഏരിയയിലോട്ട് പോകുന്നു. അവൻ നോക്കുമ്പോൾ എല്ലാ സെക്യൂരിറ്റികളെയും ഒരുത്തൻ കൊന്നിരിക്കുന്നു. പക്ഷെ പേടിക്കാനൊന്നുമില്ല, അങ്ങേർക്കിട്ടുള്ളൊരു പണി തോമസ് അങ്ങ് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ് അങ്ങ് റിവീൽ ആവുന്നത്. ലെവൻ വേറെ ആരുമല്ല, എക്ലസാ. സോ വാർണർ, എക്ലസ്, റോബർട്ട് ഇവർ 3 പേരും ഒരുമിച്ചായിരുന്നു. ഇതിൻ്റെ ഇടയിൽ മറ്റൊരു ഓഫീസറായ ജാക്കിയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ഒന്നേ ഉള്ളൂ. അന്ന് നമ്മളുടെ ചീഫിൻ്റെ വീട്ടിൽ വെച്ച് ജാക്കിനെയും എക്ലസിനെയും തോമസ് ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. അന്ന് രാത്രി 8 മണിക്കാണ് അവളെ കാണാനില്ല എന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത്. അന്ന് വൈകുന്നേരമാണെങ്കിൽ എക്ലസിൻ്റെ കൂടെയായിരുന്നു ജാക്കി. സോ ഇവരുടെ പ്ലാനിനെ കുറിച്ച് ജാക്കിക്ക് എന്തെങ്കിലും ഒരു വിവരം കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അവളെ കൊല്ലാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതിനു വേണ്ടിയിട്ട് അവളെ അങ്ങ് കിഡ്നാപ്പ് ചെയ്യുന്നു. അതിനുശേഷമാണ് ഓഫീസർ വാർണർ റോബർട്ടിനെ കൊല്ലുന്നത്. അങ്ങനെ ഈ സമയത്താണ് തോമസ് എക്ലസിൻ്റെ ഗണ്ണ് നോക്കുമ്പോൾ അതിനകത്ത് 3-4 ബുള്ളറ്റ് ഇല്ല. കാരണം ഈ തോക്ക് യൂസ് ചെയ്തിട്ടാണ് ചീഫിനെ കൊല്ലാൻ ശ്രമിച്ചത്. പുള്ളിക്കാരൻ മാത്രമാണ് ഈ ഒരു കേസിൻ്റെ പിന്നാലെ പോകത്തുള്ളൂ. സോ ചീഫിനെ അവസാനിപ്പിക്കാൻ അവർ പ്ലാൻ ഇട്ടു. പക്ഷെ ആ സ്റ്റീല് മാല അവനെ സംരക്ഷിച്ചു. എന്നാൽ അവർ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ചീഫിനെ കൊല്ലാനായിട്ട് എക്ലസ് ഹോസ്പിറ്റലിലോട്ട് എത്തി. അപ്പോഴായിരുന്നു തോമസിന്റെ വരവ്. അല്ലാണ്ട് അലേർട്ടായിട്ടൊന്നുമല്ല എക്ലസ് ഗണ്ണെടുത്ത്. പക്ഷെ ബോഡക്സ് ആണെങ്കിൽ ഇതുവരെ ഇവനെയും ചുറ്റിയിട്ടില്ല. എന്തുകൊണ്ട്? അങ്ങനെ ആലോചിച്ച് അതിനൊരു ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട്. ഇവൻക്ക് ബോഡക്സുകളെ കാണാൻ കഴിയുന്നുള്ള ബോഡക്സിനറിയാം. പക്ഷെ തോമസിനെ ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് തോമസിനെ വഴിതെറ്റിക്കാൻ വേണ്ടി റോബർട്ടിൻ്റെ ഒപ്പം പോകുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാം മാസ്റ്റർ മൈൻഡായ വാർണറിനെ എക്ലസിനെയും തോമസ് മൈൻഡ് ചെയ്യുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ തോമസിനെ വഴിതെറ്റിക്കാൻ വേണ്ടി ബോഡാക്സ് കളിച്ചൊരു കളി. കാരണം അവർക്കറിയാം ഇതിനെക്കുറിച്ച് തോമസ് എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം തടയുന്നുള്ളത് അവർക്ക് 100% ഉറപ്പായിരുന്നു. അങ്ങനെ എക്ലസിൻ്റെ ഗണ്ണുമായിട്ട് നേരെ മോളിൻ്റെ അകത്തോട്ട് പോകുന്നു. നോക്കുമ്പോൾ അവിടെ അതാ നമ്മളുടെ ബൗളിംഗ് സെൻറ്ററിലത്തെ ആൾക്കാർ. അതുമാത്രമല്ല നമ്മളുടെ വിയും അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇവൻ അപ്പം തന്നെ വീടോട് അവിടുന്ന് സ്ഥലം വിടാനാണ് പറയുന്നത്. തോമസ്, നീ പേടിക്കണ്ട, എൻ്റെ ഡ്രീമിനകത്ത് വലിയൊരു ക്രൗഡിൻ്റെ സൗണ്ട് ഞാൻ കേട്ടിരുന്നു. പക്ഷെ ആ സൗണ്ട് വലിയൊരു സ്റ്റേഡിയത്തിലാണ്. ഇവളെന്തൊക്കെ പറഞ്ഞിട്ടും തോമസ് ആണെങ്കിൽ യാതൊരു വിധത്തിലും സമ്മതിക്കുന്നില്ല. അവളെ പറഞ്ഞു വിടുന്നു. അപ്പോഴാണ് വി പറഞ്ഞ ഓരോ അടയാളങ്ങളും സത്യമാവാൻ തുടങ്ങുന്നത്. അവളുടെ ഡ്രീമിൽ കണ്ട ഫ്ലാഷ് ലൈറ്റ്, അതുപോലെ പഴയൊരു മ്യൂസിക്, പിന്നെ പോരാത്തതിന് ക്രൗഡിൻ്റെ സൗണ്ട്. പക്ഷെ ആ സൗണ്ട് വരുന്നത് മോളിൻ്റെ അകത്തെ ടി വിന്നാണ്. ടി വിയിൽ ഫുട്ബോളോ മറ്റോ നടക്കുന്നുണ്ട്. സോ സ്റ്റേഡിയത്തിലത്തെ ക്രൗഡ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഹെൽഗേറ്റ് അങ്ങ് തുറക്കുന്നു. ബോഡാക്സുകൾ പുറത്തോട്ട് വരുന്നു. ബോഡാക്സുകളുടെ പെരുന്നാളാണ് അവിടെ. ചുരുക്കി പറഞ്ഞ ഒരു മാസ് മേർഡറാണ് അവിടെ നടക്കാൻ പോകുന്നത്. മരണത്തെ രുചിക്കാൻ വന്നിരിക്കുകയാണ് ബോഡാക്സുകൾ. പെട്ടെന്നാണ് അവിടെ വലിയൊരു വെടിവെപ്പ് നടക്കുന്നത്. അപ്പം തന്നെ മോളിൻ്റെ എല്ലാ ഡോറുകളും അങ്ങ് ലോക്കാവുന്നു. ജനങ്ങളാണെങ്കിൽ പേടിച്ച് വിറച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട തോമസ് പിന്നെ വെറുതെ ഇരിക്കുമോ? ഒരിക്കലുമില്ല. അവൻ നമ്മളുടെ എക്ലസിൻ്റെ ഗണ്ണങ്ങ് എടുക്കുന്നുണ്ട്. ഇതേ സമയം വെടി വെച്ചോണ്ടിരിക്കുന്നവൻ ഐസ്ക്രീം കടറ നേർക്കങ്ങ് പോകുന്നുണ്ട്. അതിനകത്താണ് നമ്മളുടെ സ്റ്റോമിയുള്ളത്. അവൻ ചറപറാന്ന് പൊട്ടിക്കുന്നുണ്ട്. അവൾ മരിച്ചോ ജീവനോടെ ഉണ്ടോ ഒന്നും അറിയില്ല. തോമസ് ആണെങ്കിൽ തോക്കും കൊണ്ട് ഷൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു കറക്റ്റ് സമയത്താണ് ബോഡാക്സുകൾ അവനെ അങ്ങ് പൊതിയാൻ തുടങ്ങുന്നത്. എന്നാൽ എല്ലാത്തിൻ്റെ ഇടയിൽ നിന്ന് പൊരുതി അങ്ങ് പുറത്തു വരുന്നു. കില്ലറിനെ അങ്ങ് കൊല്ലുന്നു. സോ ഷോപ്പിംഗ് മോള് ഇപ്പം സേഫ് ആയിട്ടുണ്ട്. അങ്ങനെ തോമസ് വിറച്ച് ഐസ്ക്രീം കടയിലോട്ട് ചെന്നു. നോക്കുമ്പോൾ പേടിക്കാനൊന്നുമില്ല, നമ്മളുടെ സ്റ്റോമി സേഫാണ്. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് നമ്മളുടെ ജാക്കിയുടെ ആത്മാവ് വരുന്നത്. സോ ഒന്നും അവസാനിച്ചിട്ടില്ല. അങ്ങനെ തോമസ് പോയിട്ട് കില്ലറുടെ മാസ്ക് വരുന്നു. നോക്കുമ്പോൾ അത് ഓഫീസർ വാർണറല്ല, ജാക്കി അറിയാണ്ട് കൊന്നൊരുത്തനുണ്ടായിരുന്നല്ലോ, നമ്മളുടെ കെവിന്. ലെവനാണ് ഈ കിടക്കുന്നത്. അന്ന് റോബർട്ടിൻ്റെ വീട്ടിൽ കയറിയ സമയത്ത് കുറേ പട്ടികളെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ പട്ടികളെയാണ് ജാക്കിയെ വാച്ച് ചെയ്യാൻ നിർത്തിയിരുന്നത്. അതുമാത്രമല്ല, ആ സമയത്ത് വീട്ടിലോട്ട് വന്ന റിവോൾവർ പിടിച്ചൊരുത്തനുണ്ടായിരുന്നു. അത് കെവിനായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ റോബർട്ട്, കെവിന്, വാർണർ, എക്ലസ്, ഇതാണ് ഡെവിൾ ഗ്രൂപ്പ്. അങ്ങനെ തോമസ് ജാക്കിയെ ഫോളോ ചെയ്യുന്നു. ജാക്കിയുടെ ആത്മാവ് തോമസിനെ കൊണ്ടെത്തിക്കുന്ന ഒരു വൈറ്റ് ട്രക്കിനടുത്തോട്ടാണ്. ആ ട്രക്കിൻ്റെ ഫോട്ടോസാണ് ഇവൻ റോബർട്ടിൻ്റെ കമ്പ്യൂട്ടറിൽ കണ്ടത്. പിന്നെ ലെവൻ ഒന്നും നോക്കിയില്ല, അതിൻ്റെ ബാക്ക് ഡോർ അങ്ങ് തുറക്കുന്നു. നോക്കുമ്പോൾ അതിനകത്ത് മാരക എക്സ്പ്ലോസീവ്സാണ്. അതും ഈ ഒരു എൻ്റയർ ഷോപ്പിംഗ് മോൾ ഇല്ലാണ്ടാക്കാനുള്ള ബോംബുകൾ. 2 മിനിറ്റ് കഴിഞ്ഞാൽ ബൂം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ട് ബോഡാക്സ് വരുന്നത്. വരികയെന്ന് മാത്രമല്ല, ഓഫീസർ വാർണറിൻ്റെ മേത്തോട്ട് അങ്ങ് കയറുന്നു. പിന്നെ പറയണ്ടല്ലോ, വാർണർ ഇവനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിക്കുന്നുണ്ട്. തോമസ് പിന്നെ ഒന്നും നോക്കിയില്ല, ട്രക്ക് എടുക്കുന്നു, സ്ഥലം വിടുന്നു. പക്ഷെ 1-2 ബുള്ളറ്റൊക്കെ അവൻ്റെ ദേഹത്ത് കയറുന്നുണ്ട് കേട്ടാ. ഇവിടെ വാർണർ ആണെങ്കിൽ വിട്ടുകൊടുക്കുന്നില്ല. അവൻ എങ്ങനെയൊക്കെയോ ട്രക്കിൻ്റെ മുകളിൽ വലിഞ്ഞു കയറുന്നു, ഗണ്ണെടുക്കുന്നു. എന്നാൽ ആ ഒരു കറക്റ്റ് സമയത്താണ് ട്രക്ക് ആരുമില്ലാത്തൊരു പ്രദേശത്തെത്തുന്നത്. പിന്നെ തോമസ് ഒന്നും നോക്കിയില്ല, വണ്ടിയിൽ നിന്ന് അങ്ങ് ചാടുന്നു.
അങ്ങനെ അവർ ബോംബ് പൊട്ടി, വാർണർ മരിച്ചു. ഇതാണെങ്കിൽ അത്ര ചില്ലറ ബോംബൊന്നുമില്ല, ദേ കണ്ടില്ലേ. അങ്ങനെ എല്ലാം അവസാനിച്ചു. തോമസ് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, പക്ഷെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടാ. അടുത്ത് നമ്മളുടെ സ്റ്റോമി ഉണ്ടല്ലോ, പക്ഷെ അവളാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഡെവിൾ ഗ്രൂപ്പിൽ ഇനി ബാക്കിയുള്ള എക്ലസ് മാത്രമാണ്. അവനെ ചോദ്യം ചെയ്യാൻ പോലീസുകാർ ആരംഭിച്ചിട്ടുണ്ട്. അവൻ പറയുന്നതനുസരിച്ച് ടീനേജ് പ്രായത്തിലാണ് അവനും വാർണറും കൂടെ POD എന്ന് പറയുന്ന സാത്താനിക് കൾട്ട് ഗ്രൂപ്പ് തുടങ്ങുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരാളെ കൊല്ലുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് അതൊരു വിനോദമായിട്ട് മാറി. പക്ഷെ ഇവർക്കാണെങ്കിൽ പിടിക്കപ്പെടാനും പാടില്ല, അതുകൊണ്ട് തന്നെ പോലീസിൽ ചേർന്നു. പിന്നീട് അങ്ങോട്ട് റോബർട്ടിനെയും കെവിനെയും കൂട്ടുപിടിച്ച് ഈ ഒരു എൻറ്റയർ ടൗണിനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെ എല്ലാം അവസാനിച്ചു. നാട്ടിലിപ്പോൾ തോമസ് ഒരു ഹീറോ ആണ് കേട്ടാ. അങ്ങനെ 2-3 ദിവസത്തിന് തോമസ് വീട്ടിൽ നിന്ന് പുറത്ത് കിടക്കുന്നില്ല. അവൻ സ്റ്റോമിയോടൊപ്പം. സ്റ്റോമി ആണെങ്കിൽ ഭയങ്കര ഹാപ്പി, പക്ഷെ ഒന്നും സംസാരിക്കുന്നില്ല. പക്ഷെ അതിനെക്കുറിച്ച് തോമസ് ആണെങ്കിൽ ഒന്നും ചോദിക്കുന്നുമില്ല. അപ്പോഴാണ് അങ്ങോട്ട് നമ്മളുടെ ചീഫും വൈഫും വിയും വരുന്നത്. തോമസ്, മതി വീട്ടിലിരുന്നത്. ഡാ, അവൾ പോയി, നീ അവളെ വിട്ടേക്ക്, അവൾക്കടുത്ത ലൈഫിലോട്ട് പോകാൻ സമയമായി. അപ്പോഴാണ് ആ ഡിസ്റ്റർബിംഗ് ട്വിസ്റ്റ് നമുക്കങ്ങ് റിവീൽ ചെയ്യുന്നത്. മോളിനകത്ത് വെച്ചുണ്ടായ ഷൂട്ടൗട്ടിൽ സത്യം പറഞ്ഞ സ്റ്റോമിക്ക് വെടികൊണ്ടു, അവൾ മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവളുടെ ആത്മാവിനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് തോമസ്. ചെറുപ്പം മുതലുള്ള പ്രണയം ഇല്ലാണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ, ഒറ്റയടിക്ക് ഇല്ലാണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നതിലപ്പുറത്താണ്. ചുരുക്കി പറഞ്ഞാൽ അവൾ മരിച്ചുകൊണ്ടാണ് ഇത്രയും നേരമായിട്ട് സംസാരിക്കാത്തത്. അങ്ങനെ തോമസ്, ഞാൻ നിൻ്റെ അടുത്ത് എൻ്റെ ലൈഫ് തീർന്നാൽ എത്തുമെന്നും പറഞ്ഞ് ഒരു പ്രോമിസ് കൊടുക്കുന്നു. അങ്ങനെ സ്റ്റോമി അവളുടെ പുതിയ ലൈഫിലോട്ട് പോകുന്നു. തോമസ് ആണേലോ ഈ നാടിന് കാവലായിട്ട് അവൻ്റെ ലൈഫ് തീരുന്നത് വരെ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. തീർന്നാൽ പിന്നീട് അങ്ങോട്ട് സ്റ്റോമിക്കൊപ്പമുള്ള ജീവിതം, അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് തോമസ്. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.